അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ഒരു കിടിലം വെബ്സൈറ്റ് ആണ് സോർക്ക. അപ്പോൾ നമുക്ക് നോക്കിയാലോ വീഡിയോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം സോർക്ക ഓപ്പൺ ചെയ്യാം. ഇവിടെ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സൈൻ അപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് സൈൻ അപ്പ് ചെയ്യാം. അപ്പോൾ സൈൻ അപ്പ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ. ഇത് നമുക്ക് ഇൻസ്റ്റഗ്രാമിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് ചെറിയൊരു കാര്യം കൂടെ അവിടെ ചെയ്യാനുണ്ട്. നമ്മൾ അക്കൗണ്ട് പ്രൊഫഷണൽ ആയിട്ട് സ്വിച്ച് ചെയ്യുക. അപ്പോൾ ഓക്കെ, കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി ഓട്ടോമേഷൻ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അനലിറ്റിക്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് നമുക്ക് ഓട്ടോമേഷൻ കൊടുക്കുന്നതിന് ഓട്ടോമേഷൻ സെലക്ട് ചെയ്തു. ദെൻ ന്യൂ ഓട്ടോമേഷൻ. ഇവിടെ ടെംപ്ലേറ്റ്സിൽ നമുക്ക് DM ഫ്രം കമന്റ്സ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കൊടുത്തു. ഇവിടെ നെയിം യുവർ ഓട്ടോമേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെയിം കൊടുത്ത് ക്രിയേറ്റ് ഓട്ടോമേഷൻ കൊടുക്കാം. ഓക്കെ, ഇവിടെ സെലക്ട് പോസ്റ്റ് ഓർ റീൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പോസ്റ്റ് ഓർ റീൽ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏത് പോസ്റ്റിനാണ് ഓട്ടോമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് പോസ്റ്റിന് അല്ലെങ്കിൽ റീലിനാണ് കൊടുക്കണമെങ്കിൽ നെക്സ്റ്റ് പോസ്റ്റ് ഓർ റീൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ സെറ്റപ്പ് കീവേഡ്സ് വെക്കുന്നുണ്ട്. നമുക്ക് കീവേഡ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഓൺ ആക്കിയിട്ട് നമുക്ക് എന്ത് കീവേഡ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, കീവേഡ് കൊടുത്തു. നമ്മൾ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യുന്നതിന്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് സെൻഡ് എ DM എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് മെസ്സേജ് ആണ് DM ആയിട്ട് പോകണം എന്നുള്ളത് അതിവിടെ മെസ്സേജ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിന്റെ ലിങ്ക് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ആഡ് ലിങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓപ്പണിംഗ് മെസ്സേജ് പോയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് മെസ്സേജ് എന്നുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്പണിംഗ് മെസ്സേജ് പോലെ ആദ്യം പോകുന്നതാണ്, അത് കൊടുക്കാം. പിന്നെ ഇവിടെ അഡ്വാൻസ്ഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പബ്ലിക് റിപ്ലൈ ടു കമന്റ്സ് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനായിട്ട് അത് കൊടുക്കാം. അത് ഓണാക്കിയിട്ട് നമുക്ക് അത് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. ദെൻ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഓട്ടോമേഷൻ സെറ്റ് ചെയ്തു. ലാസ്റ്റ് നമുക്ക് ഗോ ലൈവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റിന്റെ അല്ലെങ്കിൽ റീലിന്റെ ഓട്ടോമേഷൻ സെറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത് ഓട്ടോമേഷൻ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ ഇത് ഗോ ലൈവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റോപ്പ് എന്നുള്ള ഓപ്ഷൻ വരും. അത് കൊടുത്താൽ നമുക്ക് നമ്മൾ ഓട്ടോമേഷൻ സ്റ്റോപ്പ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.